വീടിന്റെ ഒരു വശം മഴയിൽ ഇടിഞ്ഞു വീണ് കുടുംബം അപകട ഭീഷണിയിൽ. കുറ്റിപ്പുറം കൊളക്കാട് കൊട്ടിലിങ്ങലിൽ അലവിയുടെ വീടിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞ് താഴ്ചയിലേക്ക് മറിഞ്ഞത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 4 മണിയോടെയാണ് കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിൽ കൊളക്കാട് കൊട്ടിലിങ്ങലിൽ അലവിയുടെ വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴ്ചയിലേക്ക് മറിഞ്ഞത്. വീടിന്റെ ഒരു ഭാഗത്തുകൂടെ 3 ഫേസ് വൈദ്യുത ലൈനും കടന്നുപോകുന്നുണ്ട്. ഇടിഞ്ഞ ഭാഗത്തായി നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റ് ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. ഇത് ഈ കുടുംബത്തിനും സമീപത്തുള്ള മറ്റ് വീട്ടുകാർക്കും ഏറെ അപകട ഭീഷണി ഉയർത്തുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. അലവിയുടെ വീട് നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഏറെ താഴ്ചയിലാണ് മറ്റ് പറമ്പുകളും വീടുകളും സ്ഥിതി ചെയ്യുന്നത്. അലവിയുടെ വീടിന് സമീപത്തൂടെ തന്നെയാണ് മറ്റ് വീടുകളിലേക്കുമുള്ള വഴിയുള്ളത്. പോസ്റ്റ് തകർന്നു വീണാൽ ഏറെ അപകട സാധ്യതയുള്ള ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ ഒരു ഇടവഴി മാത്രമാണുള്ളത്. അലവിയുടെ വീട് തകരാതിരിക്കണമെങ്കിൽ താഴ്ചയിൽ നിന്നും ചരിച്ച് കോൺക്രീറ്റ് മതിൽ കെട്ടി ഉയർത്തേണ്ടി വരും. എന്നാൽ അസുഖബാധിതനും സാമ്പത്തിക ശേഷിയും കുറഞ്ഞ തനിക്ക് ഇത്രയും തുക ചിലവഴിച്ച് കോൺക്രീറ്റ് മതിൽ കെട്ടി ഉയർത്താൻ കഴിയില്ലെന്നാണ് അലവി പറയുന്നത്. ഞാൻ എന്റെ വീടിന്റെ ഈ കിഴക്ക് ഭാഗത്ത് വളരെ കുണ്ടാണ്. അവിടെ നല്ലൊരു പൊട്ടുപൊട്ടിന്റെ വീടിനോട് ചാരിയിട്ട് അതിനിപ്പോ പണിക്കാരോട് അന്വേഷിച്ചോ വലിയൊരു ചെലവ് വരുന്ന പറഞ്ഞത്. അപ്പൊ അടിയിൽ ബെൽറ്റിട്ട് കെട്ടണം എന്നാലേ നിൽക്കുള്ളൂ എന്നാ പറഞ്ഞത്. ആ വീട് ഭീഷണിയിൽ ഉള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. താമസിക്കാൻ പറ്റാ മേടിച്ചു കിടക്കേണ്ട ഒരു അവസ്ഥയിലാണ്. അപ്പൊ അതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു സഹായം കിട്ടണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നെ ഇപ്പൊ ലൈൻ കമ്പിയാണ് പറ്റി പോണത്. അപ്പോ അതിന് മുകൾക്കൊക്കെ വീണിട്ടാണ് ഇപ്പൊ ദഹിക്കണം. അപ്പോ ചിലപ്പോ അതൊക്കെ പൊട്ടുവെച്ച പല ആൾക്കാർക്ക് പല ബുദ്ധിമുട്ടും വയ്യാണ് അടുത്തു കൂടെ പോണത്. പല ആൾക്കാരും യാത്ര നടന്നു പോണേ. അപ്പൊ അതിനെ കൂടി എന്തെങ്കിലും സഹായം കിട്ടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കുട്ടികളടക്കം 6 പേരാണ് വീട്ടിലുള്ളത്. പഞ്ചായത്ത് അധികൃതരെയും മറ്റും ഈ കുടുംബം വിവരം അറിയിച്ചിട്ടുണ്ട്. തന്റെ കുടുംബത്തിന്റെ അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ തക്ക സാമ്പത്തിക ശേഷിയില്ലാത്തതിനാൽ സർക്കാരിൽ നിന്നും സഹായം ലഭ്യമാക്കണമെന്നാണ് അലവി ആവശ്യപ്പെടുന്നത്.